ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഗ്ലോമിയർ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് ഒരു പുതിയ മോഡായിട്ട് വന്നിട്ടുള്ളത്. സോ എനിക്കറിയാം ഇത് പുതിയ ചാനലാണ്, ചിലപ്പോൾ ഇതിൽ പുതിയ വ്യൂവേഴ്സും ഉണ്ടാവും. പക്ഷേ ഇതുവരെ എൻ്റെ ഹിസ്റ്ററി അറിയാത്തവർക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്കൊരു ഓൾഡ് ചാനലുണ്ടായിരുന്നു. അതിൽ 2.25K സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു. ആൻഡ് ആ ചാനലിൽ കുറച്ച് മോണിറ്റൈസേഷൻ ഇഷ്യൂ കാരണം എനിക്ക് ആ ചാനലൊന്നും ഒഴിവാക്കിയില്ല. ആ ചാനലിൻ്റെ എപ്പോഴും ഉണ്ട്. പക്ഷേ ഇനി മുതൽ അതിൽ വീഡിയോ വരില്ല. കാരണം എന്താ പറയുക, ഇനി ഞാനതിൽ വീഡിയോ ഇട്ടാലും എനിക്ക് വലിയ വ്യൂസ് കിട്ടില്ല. കാരണം ആ ചാനൽ ഫ്രീസ് ആയിട്ടുണ്ട്. സോ ചാനലിൻ്റെ കുറച്ച് മോണിറ്റൈസേഷൻ അടുപ്പിച്ചെത്തിയിരുന്നു എൻ്റെ ചാനൽ. ആൻഡ് അവസാന വെരിഫിക്കേഷനിൽ എൻ്റെ ചാനലിന് എന്തോ ഇഷ്യൂ കാരണം എനിക്ക് കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ആക്കേണ്ടി വന്ന്. അപ്പോൾ അങ്ങനത്തെ ആ സമയത്ത് കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ആക്കിയപ്പോഴാണ് ഈ ചാനൽ ഫ്രീസ് ആയത്. ആൻഡ് ആ വീഡിയോസ് ഡിലീറ്റ് ആക്കിയപ്പോൾ തന്നെ എൻ്റെ വാച്ച് അവർ നല്ലോണം അടിയിലോട്ട് ഇറങ്ങുകയും ചെയ്ത്. സോ ഇനി എനിക്ക് വീണ്ടും മോണിറ്റൈസേഷൻ ആണെങ്കിൽ ഓൾ ദ വേ ബാക്ക് എനിക്ക് വർക്ക് ചെയ്യേണ്ടി വരും. ആൻഡ് അതിലാണെങ്കിൽ ഇനി വലിയ വ്യൂസും കിട്ടില്ല കുറച്ച് കാലത്തിന്. കാരണം ഇനി ഒരു 10-15 വീഡിയോ ഇട്ടാൽ പോലും അതിന് നല്ല വ്യൂസ് കിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഒരു ന്യൂ ചാനൽ തുടങ്ങി അതിൽ വീഡിയോ ആണെന്ന് വിചാരിച്ചത്. ആൻഡ് ഇതിനിപ്പോൾ കറൻ്റ്ലി 10-14 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചുകൊണ്ടാണ് കറൻ്റ്ലി ഞാൻ ഈ ചാനലിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ന്യൂ ഒരു ചാനലാണ്, നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിനി അങ്ങോട്ട് വീഡിയോ ഉള്ള ഒരു ഇതുള്ളൂ. ആൻഡ് കുറേ സീരീസും ആൻഡ് നമ്മൾ കഴിഞ്ഞ ചാനലിൽ നിർത്തിവെച്ച ലെറ്റ്സ് പ്ലേ സീരീസ്, അതേപോലെ വേറെയും കുറച്ച് കിഡിലം സെർവേഴ്സും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്നുകൂടെ എന്നാലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഇത് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ നോക്കിയാൽ മനസ്സിലാവും, എന്തോ ഈ ഒരു വേൾഡിൽ കയറിയപ്പോഴേ എനിക്ക് ഈ ഒരു എഫക്റ്റ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് ടൈറ്റിലും തമ്മിലും കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം. ഗൈസ്, നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൽ ബെൻടൻ ആവാൻ പോവാണ് ഗൈസ്. ആൻഡ് യു ഹേർഡ് ഇറ്റ് റൈറ്റ്, നമ്മൾ ബെൻടൻ ആവാൻ പോവാണ്. ആൻഡ് ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് ഇതുവരെ ആയിട്ടും മനസ്സിലായില്ല. ആൻഡ് എങ്ങനെയുണ്ട് എൻ്റെ ന്യൂ സ്കിൻ അതൊന്ന് പറയണേ. നമുക്ക് ഈ ഒരു സ്കിൻ എന്നുള്ളത് നോട്ട് ക്രാഫ്റ്റ് ആണ്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു നോട്ട് ക്രാഫ്റ്റ് ഈ ഒരു സ്കിൻ ഒപ്പിച്ച് തന്നതിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഒമ്നിട്രിക്സ് എല്ലാ ബെൻടൻ ആവണമെങ്കിൽ നമുക്ക് ഒമ്നിട്രിക്സ് വേണം. ഐ തിങ്ക് എല്ലാവർക്കും ബെൻടനൊക്കെ അറിയുണ്ടാവില്ലേ? ബെൻടൻ അറിയാത്ത ആരും ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ ബെൻടൻ ഇഷ്ടമുള്ള എല്ലാവരും ഒരു പച്ച ഹേർട്ട് ഗൈസ് കമൻറ്റിൽ ഇടുക. ബെൻടന് നിങ്ങൾക്ക് ബെൻടൻ കണ്ടിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ബെൻടൻ്റെ ഒരു എന്തോ ഏലിയൻ ഫോഴ്സ് ആൻഡ് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ, ഒമ്നിവേഴ്സ്, അങ്ങനെ പിന്നെ നമ്മളെ ക്ലാസിക് ബെൻടൻ ക്ലാസിക് ഇതെല്ലാം കണ്ട് ബെൻടൻ്റെ ഒരു ഡൈ ഹാർട്ട് ഫാനായിരുന്നു ഞാൻ. ഇപ്പം ബെൻടനൊന്നും ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്. നമ്മൾ വിഷയത്തിൽ തന്നെ പറഞ്ഞു. സോ ബെൻടൻ കണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഗ്രീൻ ഹേർട്ട്, ഓക്കെ, ടോപ്പ് ഗ്രീൻ ഹേർട്ട്, ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് സോറി. ആൻഡ് ഈ ഒരു വേൾഡിൽ സത്യം പറഞ്ഞാൽ കയറുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഒമ്നിട്രിക്സ് ആകാശത്ത് നിന്ന് വീണ് കണ്ട് സ്കൈയിൽ നിന്ന് വന്ന് നേരെ ലാൻഡിലോട്ട് വീണിട്ട് അത് എടുക്കേണ്ടതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. ഇങ്ങനെ ഓക്കെ. പക്ഷേ എന്തോ ഗ്ലിച്ചാണ് തോന്നുന്നു, എനിക്കങ്ങനെ കിട്ടിയില്ല. സോ ഐ ഹാവ് ഡിസൈഡഡ് വൺ തിങ്. 1 minute. ഗൈസ്, എനിക്ക് ദൈവം കൊടുന്നു തന്നു. വെറുതെ പറഞ്ഞാണ് ഗൈസ്. ഞാനിത് ക്രിയേറ്റീവ് നിർത്താറ് നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എന്തായാലും ആവട്ടെ. അപ്പോൾ നമ്മൾ ഒമ്നിട്രിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിതിൽ കയ്യിൽ നിന്ന് ഊരാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, നമുക്കിതിന് കയ്യിൽ നിന്ന് ഊരാൻ പറ്റില്ല. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഗൈസ്, നമുക്ക് കുറേ അധികം ഉണ്ട്, ഏലിയൻസ് ഉണ്ട് ഗൈസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് രാവിലെ ആക്കാം. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി 1 by 1 എല്ലാ ഏലിയനെയും കാണാൻ പോവാണ്. ആൻഡ് ഇതേതാ ഏലിയൻ എന്ന് എനിക്കറിയില്ല. സോ വെയിറ്റ് ആക്കാം, നമുക്ക് 1 by 1 കാണാം. അതാണ് അതിൻ്റെ ഒരു മാന്യത. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ലാഗ് ആവുന്നുണ്ടോ?
ഐ ഡോണ്ട് നോ ഗൈസ്, കുറച്ച് ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഷെയ്ഡർ സത്യം പറഞ്ഞാൽ അതിൽ ഷെയ്ഡർ, പിന്നെ ഈ ബട്ടൺ ഒഴിവാക്കിയത്, പിന്നെ ടെക്സ്ചർ പാക്ക്, പിന്നെ ഈ ഒരു മോഡ് പാക്കും. ഈ മോഡ് പാക്ക് അത്യാവശ്യം MB ഉണ്ടെന്ന് തോന്നുന്നു. എത്ര ഒരു 30 MB വരെ. ഇപ്പം ഈ ഒരു വേൾഡ് 50 MB ആയിട്ടുണ്ട് ഗൈസ് ഞാൻ നോക്കിയപ്പോൾ. സോ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ലാഗാണ്. ഓക്കെ, അത് റെഡിയാവും ഗൈസ്. അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ആൻഡ് നമ്മളെ ഒമ്നിട്രിക്സ് വീണ്ടും ഫുള്ളി ചാർജ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റത്തെ ഏലിയൻ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ മാറിയില്ലേ? 1 മിനിറ്റ്. ഓക്കെ, ഇപ്പം മാറി. അത് കുറച്ച് നേരം ഒന്ന് കുറച്ച് എടുക്കണം. ആൻഡ് ഇതെനിക്ക് മനസ്സിലായി, ഒരു ഓറഞ്ച് കളറ് ഒരു എനിക്ക് തോന്നി ഗൈസ് ഇത് അത് തന്നെയാണെന്ന്. ആൻഡ് ഇതിന് പവേഴ്സൊക്കെ ഉണ്ട്, പക്ഷെ അത് എങ്ങനെ സംഭവം എനിക്ക് എങ്ങനെടാ? ഓക്കെ, ഇത് സംഭവം എന്താണെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, നമ്മൾ വ്യൂ ഒന്ന് മാറ്റി വെക്കാം. യൂസ് മെയിലി ടു അറ്റാക്ക് ടു ബ്രേക്ക് ബ്ലോക്സ്. ഇത് നമ്മൾ ബ്ലോക്സ് പൊട്ടിക്കലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇത് സംഭവം നൈസാണല്ലേ ഗൈസ്. ഈ ഒരു ഏലിയൻ എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട്. എനിക്കറിയാം, പേഴ്സണലി എനിക്ക് ഈ ഒരു ഏലിയനെ എനിക്കറിയാം. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. കാരണം നമുക്ക് എല്ലാതും ഓവർ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റില്ല ഗൈസ്. കാരണം ഇഷ്ടം പോലെ മോബ്സ് ഉണ്ട്. ആൻഡ് ഇതെല്ലതും എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാതും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് പോവുകയാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക മോഡ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലല്ല, ഞാൻ ഈ വീഡിയോൻ്റെ അവസാനമായിട്ട് ഈ ഒരു മോഡ് പാക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളൊരു ഗൈഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വരെ കാണാം. അല്ലെങ്കിൽ ഞാൻ വീഡിയോൻ്റെ നടുവിലൂടെയും കൊടുക്കും. ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടാല. ഓക്കെ, അത് പാടില്ല. ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കും. വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മളെ സ്കിൻ കേട്ടോ. ഇനി അടുത്തൊന്നും കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു സ്കിൻ ഇപ്പം ഇങ്ങനെ കാണിച്ചത്. നേരത്തെ കുറച്ച് വിട്ടുന്നല്ലായിരുന്നു. സോ അടുത്തൊരു ഏലിയൻ നമുക്ക് 4 ആംസ്. എല്ലാ ബെൻടൺ കണ്ടവർക്ക് അറിയാവുന്ന ഒരു മെയിൻ സംഭവമാണ് 4 ആംസ്. ആൻഡ് 4 ആംസ് നല്ല സ്ലോ ആണ്. ആൻഡ് 4 ആംസ് ഇവിടെ വന്നതും ഇവിടുത്തെ ബ്ലോക്ക് ഫുള്ള് പൊട്ടി ഗൈസ്. കിടിലും ഗൈസ് 4 ആംസ് നോക്ക് ഗൈസ്. 4 ആംസ് കിടിലും ഗൈസ്. നല്ല ഹൈറ്റിലും ചാടുന്നുണ്ട്. ആൻഡ് 4 ആംസിന് എത്തി പറഞ്ഞാൽ നല്ലോണം ബ്ലോക്കൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുണ്ടാകും ഗൈസ്. എല്ലാത്തിനും നമുക്ക് മറ്റേ മീല് വേണം എന്നാണ് പറയുന്നത്. മീൻസ് നമ്മളെ പിക്കാക്സോ ആക്സോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം. ആൻഡ് ജസ്റ്റ് നമ്മളതൊന്നും ട്രൈ ചെയ്യണില്ല. ആൻഡ് എല്ലാം നമ്മളിങ്ങനെ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുകയാണ് എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത്. ആൻഡ് നമുക്ക് അടുത്തത് ആകാം. സോ നമുക്ക് അടുത്ത ഇത് റീചാർജ് ആയതിന് ശേഷം കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ ഒമ്നിട്രിക്സ് റീചാർജ് ആയിട്ടുണ്ട്. ആൻഡ് 4 ആംസ് കഴിഞ്ഞാൽ ഗ്രേ മാട്ര. ഓക്കെ ഗൈസ്, എനിക്കിത് സംഭവം മനസ്സിലായി. മറ്റേ എനിക്ക് തോന്നി ഗൈസ്, മറ്റേ ചെറിയൊരു സംഭവം ഉണ്ടല്ലോ ഗൈസ്. ഇത് നോക്ക് ഗൈസ്, എനിക്ക് ഗ്രാസ് ബ്ലോക്കിങ്ങിൽ ചാടി കിടക്കാൻ പറ്റുമെന്ന് ഡൗട്ടാണ്. ഗൈസ്, നമുക്ക് ഗ്രാസ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ചാടി കിടക്കാനൊക്കെ പറ്റുന്നുണ്ട്. ആൻഡ് ഇത് നോക്ക് ഗൈസ് അവസ്ഥ. ഗൈസ് ഇത് നല്ല സെറ്റായിട്ടുണ്ട്. സത്യം പറയാം നല്ല രസമുണ്ട് ഗൈസ്. ഇത് ഓടിപ്പോന്ന് കാണാൻ ഉറുമ്പരിക്കുന്ന പോലെ ഉണ്ട്. ആൻഡ് നമുക്ക് അടുത്തൊരു ഇതിലോട്ട് പോകാം. സോ ഞാൻ പറഞ്ഞു എല്ലാം നമുക്ക് പെട്ടെന്ന് നോക്കണം. കാരണം എനിക്ക് തോന്നുന്നു ഇതിൽ അത്യാവശ്യം ഏലിയൻസ് ഉണ്ട്. സോ എല്ലാതും നമുക്ക് ചെക്കൗട്ട് ആക്കണം. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് ഓരോന്നും ജസ്റ്റ് ചെക്ക് ചെയ്ത് വിടുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഓരോ മോബ്സും. ആൻഡ് നമുക്ക് ഈ മോഡ് ആരാ ചെയ്തതെന്ന് വെച്ചാൽ ബെൻടം ആഡ്-ഓൺ വെർഷൻ 4 ബൈ കമാൻഡർ ക്രീപ്പറോ അങ്ങനെ എന്തോ ആണ് മോഡെ നെയിം. ഓക്കെ, അപ്പോൾ ഈ മോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഞാൻ ലാസ്റ്റിലോട്ട് കാണിക്കാം. സോ ഇത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഗൈസ് ഇവർക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണമെന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ക്രെഡിറ്റ് കൊടുത്തില്ലേ ചിലപ്പോൾ വീഡിയോ ഡിസേബിളൊക്കെ ആയി പോകാൻ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഇതെനിക്കറിയാം, ഈ ഒരു ഏലിയനെയും എനിക്കറിയാം. ആൻഡ് ഈ ഒരു ഏലിയൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ ഈ സ്പീഡിലോടും. ഗായ്സ് എനിക്കറിയായിരുന്നു.
ഓ ഗൈസ്, ഈ ഒരു ഏലിയൻ നല്ല സ്പീഡിൽ ഫ്ലാഷിൻ്റെ ഒക്കെ ഒരു സ്പീഡ് പോലെ തന്നെയാണ്. ആൻഡ് ഈ ഒരു സംഭവം ഓടുമ്പോൾ നല്ല ഒച്ചുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഒച്ച ഉണ്ടാവാൻ ചാൻസസ് ഇല്ല, പക്ഷേ എനിക്ക് ഹെഡ്സെറ്റിൽ നല്ല ഒച്ചുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ അടുത്ത മോബിലോട്ട് മാറാം. ആൻഡ് വി ആർ ബാക്ക് അറ്റ് ക്ലൗൺ. ഞാൻ ആദ്യം ഗൈസ് വെണ്ടനായിക്കാണ്ട് വീഡിയോ ചെയ്യാമെന്ന് വെച്ചിരുന്നു. ബട്ട് എന്താ ക്ലൗണിന് വെണ്ടനാവാൻ പാടില്ലേ? എന്താ ക്ലൗണിൻ്റെ കൈമ ഓംനിട്രിക്സ് ഇരിക്കില്ലേ? ചോദ്യമല്ലേ. അതുകൊണ്ട് ഞാൻ ക്ലൗണായി തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോറി. ആൻഡ് ഒന്നുകൂടി റീചാർജ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഗൈസ് നമ്മളങ്ങനെ ഓംനിട്രിക്സ് വീണ്ടും റീചാർജ് ചെയ്യണ്ടേ. സോ നെക്സ്റ്റ് മോബ് എന്നൊക്കെ നെക്സ്റ്റ് ഏലിയൻ ഗൈസ്. നമ്മൾ ഇത് കഴിഞ്ഞു. ആൻഡ് ചൂസ് ടു അപ്ഗ്രേഡ്. ഓ ഗൈസ്, അയ്യോ കത്തി എടാ, അയ്യോ ഇതെന്തുവാടേ? ഓ സീനായിരുന്നു. എന്തപ്പോ പോയേ? ഓ ഗൈസ്, ഇതെനിക്ക് ഒന്ന് മറ്റേ ഓരോരോ സാധനത്തിനോട്ടൊക്കെ മറ്റേ മേത്തോട്ടൊക്കെ അലിഞ്ഞു ചേരാൻ പറ്റുന്ന ഒരു മോബാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ കണ്ടൊരു എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഇതിന് എന്തൊക്കെയോ പവർ ഉണ്ട്. ഞാൻ ഗൈസ് മെർജ് ചെയ്യാൻ പറ്റും. നോക്കട്ടെ. സോറി, മൈ മിസ്റ്റേക്ക്. ആൻഡ് സ്ട്രെച്ച്ഡ് ആംസ്. ഓ ഗൈസ്, നമുക്കിത് ടെലപ്പോർട്ട് ആകാൻ പറ്റും ഗൈസ്. ഇതിൻ്റെ ആർം സ്ട്രെച്ച് ആവും ഗൈസ്. നോക്കാം, നമുക്ക് അങ്ങോട്ടാക്കി വെക്കാം ഗൈസ്. നോക്ക്. ഓ സീൻ ഗൈസ്. നമുക്കിത് എങ്ങനെ തേർഡ് പേഴ്സണിലൊക്കെ ഇരിക്കും നോക്കാം. ഓ ഗൈസ്, സെറ്റാണല്ലത്. ഇതോ ഗൈസ്. ഓ സീൻ. നമുക്ക് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എവിടുക്കുകയാണെങ്കിലും പെട്ടെന്നായിട്ട് തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റും തോന്നുന്നു. നമുക്ക് അവിടേക്ക് പിടിച്ചത് കണ്ട. ആൻഡ് ഈ മെർജ് എങ്ങനെ ചെയ്യുന്നതൊക്കെ വാട്ട് ഗൈസ്, ആ പശുവിനെ ഞാൻ കൊന്നു ഗൈസ്. ദാറ്റ് വാസ് ക്രൂരത. ഓ ഗൈസ്, അത് ഈ പവറായിരുന്നു. ഓ ഇങ്ങനെയാണ് ഗൈസ്. ഓ സീൻ. ആൻഡ് ഡൊമിനിക്സിന്റെ ബാറ്ററി കുറഞ്ഞ ഗൈസ്. ഈ ഒരു മോബ് ഈ ഒരു മോബ് കിഡിലായിരുന്നു. ആൻഡ് ഇതുവരെ ട്രൈ ചെയ്തതിൽ ഇതാണ് എനിക്ക് കിഡിലായി തോന്നിയത്. ആൻഡ് ഇനിയും ഇതുപോലത്തെ കിഡിലും മോബ്സ് വരാണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓ ഞാൻ എന്തുകൊണ്ടാണ് വീണ്ടും മോബ്സ് പറഞ്ഞത്? ഏലിയൻസ് ആണിത്. ഐ ആം കോളിംഗ് ദ മോബ്സ്. ഐ ഡോണ്ട് നോ. ഏതായാലും ഇനിയും ഇതുപോലത്തെ ഏലിയൻസ് വരാണ്ട് നമുക്ക് ഒന്നും കൂടി റീചാർജ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. നമ്മളെ ഇത് വീണ്ടും റീചാർജ് ചെയ്തിട്ടുണ്ട്. നൈറ്റായി തുടങ്ങി സീനിൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഡയമണ്ട് ഹെഡാണ് ഗൈസ് നമുക്ക് അടുത്തതായി വന്നിട്ടുള്ളത്. എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ ഇത് അറിയുമോന്ന് ഈ ഒരു ക്യാരക്ടറിനെ. ബട്ട് എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ക്യാരക്ടറാണ് ഗൈസ് ഇത്. ഡയമണ്ട് ഹെഡ് ഗൈസ്. ഓ സീൻ ലുക്ക് ഗൈസ്. ഇതിൻ്റെ ലുക്ക് കറക്റ്റായി മനസ്സിലാവണേ. നമുക്ക് ടൈം ഒന്ന് മാറ്റാം, അപ്പം നമുക്ക് കറക്റ്റ് ലുക്ക് മനസ്സിലാവും. ഓ നോക്ക് ഗൈസ്, ഇതൊക്കെ കഴിക്കുന്ന പോയല്ലോ. ഓക്കെ, ഇത് നോക്ക് ഗൈസ്. ഇത് നമുക്ക് സ്നീക്ക് ചെയ്താൽ സ്പൈക്സ് പോകുന്നതുകൊണ്ട് കണ്ട. ഓ വേണ്ട എണീറ്റോ. ഇതിന് ഓക്കെ, ഇതിനൊക്കെ മറ്റേ മീല് വേണം ഗൈസ്. ആൻഡ് ഇതെന്താ? ഓക്കെ ഇതാണ് സംഭവം. ആൻഡ് നമുക്ക് ആ കോയിനെ കൂടി തീർക്കാം ഗൈസ്. ഇതും കിഡിലം ആയിട്ടുള്ള ഒരു ഏലിയൻ ആയിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. ആൻഡ് നമ്മൾ വീണ്ടും ബാക്ക് ടു ക്ലൗൺ. ഗൈസ് നമുക്ക് എല്ലാ മോബിനും ചെക്കൗട്ട് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. ആൻഡ് ഓവർ സമയം എടുക്കാനും പാടില്ല, കാരണം ഓവർ ലെങ്ത് ആയാൽ നിങ്ങൾക്കും കാണാൻ രസം ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ചെയ്ത് തീർക്കുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും ഇത് എക്സ്പീരിയൻസ് ഉള്ള ഒരു അവസരം ഉണ്ടാവുന്നുണ്ടല്ലോ, പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാനങ്ങോട്ടാ എവിടെയെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാനുള്ളല്ലേ. സോ നമുക്ക് ഈ ഓംനിട്രിക്സ് ഒന്നുകൂടി റീചാർജ് ചെയ്തിട്ട് കാണാം. റീചാർജ് ചെയ്ത് നമ്മൾ അടുത്ത
ഏലിയനിലോട്ട് മാറാൻ പോവാണ്. ഡയമണ്ട് ഹെഡ് കഴിഞ്ഞു. റിപ് ജോസ്. ഓക്കെ ഗൈസ്, ഈ ഒരു ഓക്കെ ഇതിന് പറക്കാൻ പറ്റുമോ അങ്ങനെ എന്തോണോ ഗൈസ്? ഗൈസ് ഇതിൻ്റെ ശരിക്കിലെ യൂസ് എന്നാ സത്യം പറഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് അറിയില്ല. ആൻഡ് ഈ ഒരു ലുക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഈ മോബ് എനിക്കറിയാം, വീണ്ടും മോബ് എന്ന് പറയും, ഏലിയൻ എനിക്കറിയാം. ബട്ട് ഇതിൻ്റെ യൂസ് ഇത് വള്ളത്തിൽ, ഓ ഗൈസ് ഇത് വള്ളത്തിലാണോ ഈ ഒരു മോബ്? ഓയ്യോ, ഞാൻ അറിയാതെ അമർത്തി പിടിച്ചതാണ്, സോറി. പക്ഷേ എനിക്ക് തോന്നുന്നു അത് വെള്ളത്തിൽ എത്ര നേരം വേണേലും ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഏലിയൻ ആണെന്നാണ്. ആൻഡ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതാവണം. ആൻഡ് നമുക്ക് അടുത്ത ഏലിയനിലോട്ട് സ്വിച്ച് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ആൻഡ് ഈ ഒമ്നിട്രിക്സ് ഒന്ന് റീചാർജ് ആവട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത ഏലിയൻ ഏതാന്ന് നോക്കാം. ഈ നമ്മളങ്ങനെ വീണ്ടും റീചാർജ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത മോബ് ഏതാണ്? ബട്ട് അടുത്ത ഏലിയൻ ഏതാന്ന് നോക്കാം. ആൻഡ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നോക്കുന്നത്. ആൻഡ് എനിക്കും അറിയില്ല അടുത്ത ഏലിയനും കാര്യങ്ങളും. വാട്ട്? ഓ ഗൈസ്, നമുക്ക് പറക്കാം ഗൈസ്, ഇത് പറക്കാൻ പറ്റുന്നതാണ് ഗൈസ്. സീന്, ഐ ലൈക്ക് ഇറ്റ്. ആൻഡ് ഇതിൻ്റെ പവർ വാട്ട്? എന്താ പോണേ? ഓ ഗൈസ്, ഷൂട്ടിങ് ഇതിൻ്റെ ഒരു പവറാണ്. ആൻഡ് ഇതെങ്ങനെ പറക്കണമെന്ന് വെച്ചാൽ മേപ്പോട്ട് നോക്കിയാൽ മേപ്പോട്ട് പോകും, അടിയിലോട്ട് നോക്കിയാൽ അടിയിലോട്ട് പോകും. അങ്ങനെയാണ് ഇത് പറക്കുന്നത്. അതാണ് ഈ ഒരു മോബ്, പറക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മോബാണിത്. ആൻഡ് നമുക്ക് ഇതിന്ന് ട്രാൻസ്ഫോം ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ഏതാന്ന് നോക്കാം. എനിക്കും നിങ്ങളെപ്പോലെ നല്ല ആകാംക്ഷയുണ്ട്, കാരണം ഞാനും ഇത് നിങ്ങളെപ്പോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മോഡ് കളിക്കുന്നത്. ആൻഡ് സത്യം പറയാലോ, കിടിലം മോഡ്. നിങ്ങൾക്ക് ഇഫ് യു ആർ ബോർഡ് ജസ്റ്റ് ഗെറ്റ് ദിസ് മോഡ് ആൻഡ് പ്ലേ. കിഡിലായിരിക്കും ഗൈസ്, കിഡിലായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളെ സർവൈവലിൽ കളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കിഡിലാണ് ഇത്. സത്യം പറഞ്ഞാൽ സർവൈവലിൽ ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് അയേണും എമറാൾഡും റെഡ് സ്റ്റോണും വെച്ചാൽ ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ എനിക്കത് അതിലും കൂടി സമയം കളയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് തന്നെ ക്രിയേറ്റീവ് കയറി എടുത്തത്. സോറി. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ് സർവൈവൽ വേൾഡ്സിലൊക്കെ ഇട്ടാൽ. ഓക്കെ, സ്റ്റിംഗ് ഫ്ലൈ ഗോസ്റ്റ് ഫ്രീക്കാണ് കേസ്. എനിക്ക് തരാം ഒരു പ്രേതം പോലത്തെ ഒരു സംഭവമാണ്. ഇത് ഇൻവിസിബിൾ ആവും, അങ്ങനെ എന്തോ ആണ് കേസ്. ഏകദേശം ഇത് ഇൻവിസിബിൾ ആകും എനിക്കും തോന്നി. ഇത് ഇൻവിസിബിൾ ആകും എന്നതാണ്. ആൻഡ് ഇത് പറക്കും അല്ലേ? ഐ ന്യൂ ഇറ്റ്. ഇത് പറക്കും. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പവറായിട്ട് വരുന്നത്. ആൻഡ് ഇതിനൊന്നും അങ്ങനെ കാര്യമായിട്ട് പവർ ഇല്ല. സോ നമുക്ക് അടുത്തത് ഏതാന്ന് നോക്കാം. സോ ഈ ഒമ്നിട്രിക്സ് ഒന്ന് റീചാർജ് അതിൻ്റെ ശേഷം കാണാം. മഴ പെയ്തു, ബട്ട് എന്താ പറയുക, നമുക്ക് ഒമ്നിട്രിക്സ് റീചാർജ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. റിപ് ജോസ്, സ്റ്റിംഗ് ഫ്ലൈ, ഗോസ്റ്റ് ഫ്രീക്ക്, ക്യാനൺ ബോൾട്ട്. ഇത് മറ്റേ കറങ്ങണ മറ്റേ മഞ്ഞ സാധനം ആവണം. മഞ്ഞ തന്നെയാണ്. ഓക്കെ, ഇത് നോക്ക് ഗൈസ്, ഇത് സത്യം പറയാലോ കിടിലം ഗൈസ്. ഐ ലൈക്ക് ഇറ്റ്, കിടിലം. അപ്പം ഈ ഫസ്റ്റ് പേഴ്സണിൽ എങ്ങനെ കറങ്ങല്? സീൻ സത്യം പറഞ്ഞാൽ ഇത് ബാക്ക് ഈ ഒരു രീതിയിലാണ് കാണാൻ. ഇത് കിടിലം ഗൈസ്, നോക്ക്. പിന്നെ ഇത് ക്രൗച്ച് ചെയ്താ കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഇതിനും വല്ല പിക്കാക്സോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചാൽ ഇത് കിടിലാകും. ആൻഡ് ക്യാനൺ ബോൾട്ട്. ബ്ലോക്സ് ബ്രേക്ക് ചെയ്യും ഗൈസ്. ഞാൻ അതവിടെ ഇവിടെ ബ്ലോക്സ് ബ്രേക്ക് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, അയ്യോ ഗൈസ് നോക്കിക്കോ. ഗൈസ് ഇത് സീൻ. അയ്യോ മച്ചാനി എന്താ ഉണ്ടായേ ഗൈസ്? ഇതിപ്പോ ക്യാനൺ ബോൾട്ട് ഇടിച്ച് തകർത്തതാണ് ഈ ഒരു സ്ഥലം മൊത്തം.
ബ്രോ കാനം ബോൾട്ട് കിഡിലം, അതൊരു കിഡിലം സാധനമായിട്ടുണ്ട് മൈൻക്രാഫ്റ്റിൽ. അല്ലെങ്കിലും അത് കിഡിലാണ്, പക്ഷെ മൈൻക്രാഫ്റ്റിലോട്ട് കൊടുന്നപ്പോൾ നൈസായിട്ട് തന്നെ അവർ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരാണോ അതോ അവനാണോ ഓക്കെ, ചിലപ്പോൾ ഇത് ഒരാളിരുന്ന് ഉണ്ടാക്കിയതാവും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ബട്ട് കാനോം ബോൾട്ട് കിഡിലം. ഇതുവരെ എനിക്കുള്ളതിൽ ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് കാനോം ബോൾട്ടും പിന്നെ അതുപോലെ തന്നെ ഫോർ ആംസ് വലിയ റീസെൻ്റ് ആയിട്ടല്ല. ഒന്നാമത്തെ അതിൻ്റെ ഒരു സംഭവം, പിന്നെ പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ഏലിയനും കൂടി ആയതുകൊണ്ടാണ് ഓക്കെ. അല്ലാതെ വലിയ പവേഴ്സൊന്നും ഫോർ ആംസിന് ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഏലിയനായി മൈൻക്രാഫ്റ്റിൽ കൊടുക്കുന്ന രീതിയും കിള്ളായിരുന്നു ഫോർ ആംസിൻ്റെ. അതുകൊണ്ടാണ് എനിക്ക് അത് രണ്ടും ഇതുവരെ ഇത് രണ്ടുമാണ്. ആൻഡ് ഹീറ്റ് ബ്ലാസ്റ്റ് കേസ് എത്ര ഇനി ഉണ്ടോയെന്ന് അറിയില്ല കേസ്, എത്ര ഓക്കെ ഓക്കെ. ഇതെന്താ സംഭവം എന്താ? ഓ കേസ് ഹീറ്റ് ബ്ലാസ്റ്റ് ആണ്. ഞാൻ വെതർ മാറ്റണം. വെയിറ്റാക്കി കേസ്. തീനെ കൊടുന്ന് കാണുന്നുണ്ട്. വള്ളത്തിലിരുത്താൻ പറ്റുമോ? ഇല്ല. ഓ യു ഡൈഡ് ഗൈസ്, ഐ ഡൈഡ്. അതിൻ്റെ മണ്ടത്തരായിരുന്നു. ആൻഡ് വേൾഡ് ലോഡാവത്ത് റെക്കോർഡിങ്ങും ഷെയർ പാക്ക് കാരനാണ് ഓക്കെ. അപ്പോൾ ഏതായാലും അതൊക്കെ വേൾഡ് ലോഡായിക്കോളും. ആൻഡ് എന്തൊക്കെ പറ്റുന്നുണ്ട് അത് പിന്നെ മോഡൊക്കെ വന്നുകൊണ്ടാട്ടോ ഗൈസ്, മൈൻഡ് ആക്കണ്ട. നമുക്ക് ഏതായാലും ഒമിനിറ്റിക്സ് റീചാർജ് അതിൻ്റെ ശേഷം കാണാം. അങ്ങനെ ഞാൻ വീണ്ടും ഒന്നും റീചാർജ് ആയിട്ടുണ്ട്. നമ്മളെ സ്പോൺ അവിടെ ആയിരുന്നു. ആൻഡ് ഞാൻ അങ്ങോട്ട് വന്നതാണ് കുറച്ച് സ്പേസിന് വേണ്ടി. ആൻഡ് ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയി ഓക്കെ. ഫുള്ളി റീചാർജ് ഫസ്റ്റാ, ഞാൻ ഫുള്ളി റീചാർജ് ആയിരുന്നല്ല ഓക്കെ. നമുക്ക് ഏതായാലും ഗായ്സ് എത്രമാതിരി ഏരിയ ഉണ്ടെന്ന് കണ്ടങ്ങൾ. ആൻഡ് നമ്മൾ ഇതോടെ നിർത്താൻ പോവാണ്. ആൻഡ് ഇഫ് യു ലൈക്ക് ബാക്കി ഏരിയൻസ് നിങ്ങൾക്കായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഇതിന് ഒരു 30 അല്ല 20 മിനിറ്റ് ലെങ്ത്തുള്ള വീഡിയോ ആക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം നമ്മളെ ലാസ്റ്റത്തെ മോബിലോട്ട് മാറാൻ പോവാണ്. ആൻഡ് കുറേ മോബുണ്ട് ഗൈസ് ഇങ്ങോട്ട്. സോ കുറേ എന്ന് പറയുമ്പോൾ ഒരു 4-5 മോബ് മോബ് 4-5 ഏലിയൻ ഇനിയും ഉണ്ട്. ആൻഡ് മൈൻക്രാഫ്റ്റ് കണ്ടാണ് ഈ മോബ് എന്നതിനെ വീണ്ടും കയറി വരുന്നത്. ആൻഡ് പ്ലീസ് ക്ഷമിക്കണം. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ എത്ര വട്ടം മോബ് എന്ന് പറഞ്ഞു തന്നു ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ എനിക്കറിയില്ല ഞാൻ എത്ര വട്ടം മോബ് പറഞ്ഞു, എനിക്കെന്നെ അറിയില്ല കേസ് എത്ര വട്ടം മോബ് എന്ന് പറഞ്ഞു ഓക്കെ. അപ്പോൾ ഏരിയ ഇനിയും ഒരു 4-5 ഏരിയ ഉണ്ട് ഹീറ്റ് ബ്ലാസ്റ്റ് കൂട്ടാതെ. അപ്പോൾ ഇനി ഹീറ്റ് ബ്ലാസ്റ്റും കൂടി വന്നാൽ ഞാൻ ഹീറ്റ് ബ്ലാസ്റ്റ് കടന്നു പോയി. എന്തുവാ ഗൈസ് ഇത് സത്യം പറഞ്ഞാൽ എന്താ സംഭവം എന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞ് റീചാർജ് ആയിട്ടില്ല എന്നാണ്. ഇനി അവരെ ഭാഗത്ത് എന്തേ മിസ്റ്റേക്ക് ആണോ എന്താ സംഭവം എനിക്ക് അറിയില്ല. ഏതായാലും നമുക്ക് നമ്മളെ പണി നോക്കാം. ആൻഡ് അവർ ഫൈനൽ മോബ്. വാട്ട് വാസ് ദാറ്റ് ഗൈസ്? ഇത് കിഡിലം. ഗൈസ് നിങ്ങൾ തന്നെ നോക്ക്, ഇത് കിഡിലം ഗൈസ്. ഗൈസ് ഈ ഒരു ലുക്ക് വൈസ് ആണെങ്കിലും ആൻഡ് സംഭവം നോക്ക് ഗൈസ്, കിഡിലല്ലേ. എനിക്കിത് സത്യം പറഞ്ഞാൽ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കിത് കത്തിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ഫുൾ കത്തിക്കാം. സീൻ നമുക്ക് കുക്കായി കിട്ടുമോ? നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഈ ഒരു ഷീപ്പിനെ തീർത്ത് കണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്.